സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വിസി നിയമനത്തിനുള്ള പരിഗണനാ പട്ടിക മുഖ്യമന്ത്രി തയ്യാറാക്കി. പട്ടികയിൽ മുൻ വിസിമാർക്ക് മുൻഗണനയില്ല. ഗവർണറുടെ നോമിനികൾ നൽകിയ പേരുകൾക്ക് മുൻഗണന നൽകാതെ തയ്യാറാക്കിയ പട്ടികയിൽ അക്കാദമിക യോഗ്യതയ്ക്കാണ് മുൻഗണന. ഇരു സർവകലാശാലകളിലെയും മുൻഗണനാ പട്ടിക ഉടൻ ഗവർണർക്ക് കൈമാറും. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് സുധാംശു ദൂലി അധ്യക്ഷനായ സമിതിയാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാർക്കായുള്ള അഭിമുഖം നടത്തിയത്. ഈ മാസം 8 മുതൽ 11 വരെയായിരുന്നു അഭിമുഖം. ഇരു സർവകലാശാലകളിലേക്കും 4 വീതം പേരടങ്ങുന്ന നിയമന പട്ടികയാണ് സമിതി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. LDF സർക്കാർ നിയോഗിച്ച മുൻ വിസിമാരായ സജി ഗോപിനാഥും MS രാജശ്രീയും പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥും സാങ്കേതിക സർവകലാശാലയിൽ MS രാജശ്രീയും മുഖ്യമന്ത്രിയുടെ പരിഗണനാ പട്ടികയിൽ ഒന്നാമതായി എത്തുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തയ്യാറാക്കിയ മുൻഗണനാ പട്ടികയിൽ ആദ്യ പേരുകളിൽ ഇരുവരും ഇടം പിടിച്ചിട്ടില്ല. അക്കാദമിക യോഗ്യതയുള്ളവർക്ക് പരിഗണന നൽകിയാണ് മുഖ്യമന്ത്രി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഗവർണറെ പ്രതിസന്ധിയിലാക്കുന്നതാണ് മുഖ്യമന്ത്രി തയ്യാറാക്കിയ പരിഗണനാ പട്ടിക. രാഷ്ട്രീയമായ വിയോജിപ്പുകളുടെ പേരിൽ ഗവർണർ പട്ടിക മടക്കാതിരിക്കാനാണ് സർക്കാരിന്റെ തന്ത്രപരമായ നീക്കം. ഗവർണറുടെ നോമിനികളായ സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടുത്തിയ പേരുകൾ മുൻഗണനാക്രമത്തിൽ താഴെയാണ്. പട്ടിക ഉടൻ രാജ്ഭവന് കൈമാറാനാണ് സർക്കാർ തീരുമാനം. സുപ്രീംകോടതി നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ മുഖ്യമന്ത്രി നൽകിയ പട്ടിക ഗവർണർ അംഗീകരിക്കാനാണ് സാധ്യത. ഗവർണർ പട്ടിക അംഗീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രിയുടെ അധികാരം ചോദ്യം ചെയ്തും ഗവർണർ നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. വിജിൻ വായാന്തോൾ, മീഡിയ വൺ, തിരുവനന്തപുരം.